ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിൽ ധാരാളം ഇബാദത്തുകൾ കൊണ്ട് സമ്പുഷ്ടമാക്കി റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഒരു അനുഗ്രഹമാണ് ചൊരിഞ്ഞു തന്നിട്ടുള്ളത്. അവൻ്റെ റമദാനിൽ പ്രവേശിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത, മറ്റു മാസങ്ങളിലോ മറ്റു ദിവസങ്ങളിലോ ലഭിക്കാത്ത രാവും പകലും സമയങ്ങളുമാണ് നമ്മളിൽ നിന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിലയറിയാതെ, അതിൻ്റെ മഹത്വമറിയാതെ മറ്റുള്ള മാസങ്ങളെപ്പോലെ തന്നെ തള്ളി നീക്കിയിട്ടുണ്ടെങ്കിൽ അവനതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു ഉദ്ധരണി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറാളികളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ലതമന്നൗ യൗമൻ മിൻ റമളാന. അവർക്ക് ദുനിയാവിൻ്റെ എന്തെങ്കിലും മരിക്കുന്നതിന് മുമ്പ് പൂർത്തീകരിക്കാൻ വെച്ച എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളോ ഒന്നും അവർക്ക് ചോദിക്കാനില്ല, മറിച്ച് അവരുടെ പരലോകത്തിൻ്റെ വിഷയമാണ്. അവർ യഥാർത്ഥ ബോധത്തിലാണ് ഇപ്പോൾ ഖബറിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കും, ഞങ്ങൾക്ക് റമളാനിലെ ഒരു ദിവസം തരുമോ? എന്തിനാണത്? ആ സമയം, ആ റമളാനിലെ രാവും പകലുകളും അതിലുള്ള ഓരോ മിനിറ്റുകളും സെക്കൻഡുകളും അത് ഒരിക്കലും മറ്റുള്ള ദിവസങ്ങളിൽ ഉള്ളത് പോലെയല്ല. അതുകൊണ്ട് തന്നെ ആ പരലോകം അവർ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആ ബർസഖും അതിനുശേഷമുള്ള ലോകത്ത് വിജയം വരിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയമാണ് ഈ റമളാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് റമളാനിലെ ഒരു ദിവസം തരുമോ എന്നായിരിക്കും അവർ ചോദിക്കുക എന്നാണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. വല്ലാഹി ഇന്ന അഹ്ലൽ ഖുബൂർ അൽ യൗമ യതഹസ്സറൂന അലാ സ്വലാത്തി റകഅതൈനി. ഖബറാളികൾ അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഖേദത്തിലാകുന്നത്, അവർക്കൊരു 2 അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു 2 റകഅത്ത് ഞങ്ങൾക്ക് വീണ്ടും തിരിച്ച് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്. വയഹ്സുദൂന അഹ്ലൽ മസാജിദി ഫീ മസാജിദിഹിം യുസല്ലൂന വയഖ്ദറൂന അൻ യുസല്ലൂ. അവർ പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന, ജീവിച്ചിരിക്കുന്ന ആളുകളുടെ വിഷയത്തിൽ അവർ അസൂയാലുക്കളായിരിക്കാം. കാരണം അവർ പള്ളിയിൽ ചെന്ന് നമസ്കരിക്കുന്നു, പക്ഷേ അവർക്കിനി നമസ്കരിക്കാൻ അവസരമില്ല, അവർക്കിനി ഇബാദത്തുകൾ ചെയ്യാൻ അവസരമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തിലേക്ക് മഗ്ഫിറത്തിലേക്ക് പാഞ്ഞെടുക്കുവാൻ അവസരമില്ല. എല്ലാം തീർന്നു പോയിരിക്കുന്നു, അവരുടെ സമയം നിലച്ചുപോയി. അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്കിനി ഒരു 2 റക്അത്ത് നമസ്കരിക്കുവാൻ, ഞങ്ങൾക്ക് അല്പം സമയം ഉപയോഗപ്പെടുത്തുവാൻ കിട്ടുമോ എന്നവർ ആഗ്രഹിക്കും. പക്ഷേ ആ ആഗ്രഹം നിഷ്ഫലമായിരിക്കും, ഫലമില്ലാത്തതായിരിക്കും. പക്ഷേ എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയം ഇവിടെ തന്നിട്ടുണ്ട്. റമളാനിലെ സമയം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ വലിയ ഓഫറുകൾ തന്നുകൊണ്ട് ആ ഓഫറുകളിൽ നിന്നും നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് നമ്മൾ ഓടിയെത്തേണ്ടത്, സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് ഓടിച്ചെല്ലേണ്ടത് എന്നുള്ളതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് ചെയ്യുന്നവളാണ് യഥാർത്ഥ മുഅ്മിൻ, യഥാർത്ഥ മുഅ്മിനത്ത്, ബുദ്ധിമതി, ബുദ്ധിമാൻ എന്ന് നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ് റമളാൻ. വിശുദ്ധ ഖുർആൻ മാത്രമല്ല, എല്ലാ വേദഗ്രന്ഥങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലാണ് അവതരിപ്പിച്ചത്. നമ്മൾ സാധാരണ കേൾക്കുന്ന സുഹുഫ് ഇബ്രാഹിം വ മൂസ നബിയുടെ, അതേപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ ഏടുകൾ, അതടക്കം മുൻഗാമികളായ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുവാൻ, അവർക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അല്ലാഹു നൽകിയിട്ടുള്ളത് റമളാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ റമളാനിൽ ഇറങ്ങി എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. ഏത് സമയത്തും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കേണ്ട ഞാനും നിങ്ങളും റമളാനിൽ ഏറെ അതിന് സമയം കണ്ടെത്തേണ്ടതുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക മുഹമ്മദ് നബിയെ, താങ്കൾക്ക് നൽകപ്പെട്ട ഈ വിശുദ്ധ ഖുർആൻ താങ്കൾ മുറുകെ പിടിക്കണം. തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം, തങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാകണം, തങ്ങളുടെ കച്ചവട രംഗത്തുണ്ടാകണം, തങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടാകണം, കൗടംബിക ജീവിതത്തിൽ ഉണ്ടാകണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് പുലർത്തി ജീവിതത്തിൻ്റെ നിയമാവലിയാക്കി കാറ്റലോഗാക്കി കൊണ്ടുനടക്കേണ്ട സംഗതിയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മയോട് റസൂലുള്ളാഹിയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ. റസൂലുള്ളാഹിൻ്റെ സ്വഭാവം എന്തായിരുന്നു? ഖുർആനായിരുന്നു. വേറെ ഒന്നും ചോദിക്കണ്ട, ഖുർആനാണ് പഠിച്ചോ, റസൂലുള്ളാഹിൻ്റെ സ്വഭാവം കിട്ടും എന്ന് ആയിഷ ബീവിയോട് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, റസൂലേ, ഈ ഖുർആൻ മുറുകെ പിടിക്കണം. അങ്ങനെ മുറുകെ പിടിച്ചാൽ താങ്കൾ സിറാത്ത് മുസ്തഖീമിലായിരിക്കും. വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക, അത് താങ്കൾക്കും താങ്കളുടെ ഉമ്മത്തിനുമുള്ള ദിക്റാണ്, ഉത്ബോധനമാണ്. വസൗഫ തുസ്അലൂൻ, അത് നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. എന്താ നമ്മോട്, എന്നോടും നിങ്ങളോടും ചോദിക്കപ്പെടുക? എന്താണ് വിശുദ്ധ ഖുർആനെ കുറിച്ച് ചോദ്യം? അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഹൽ ഖുംതും ബിഹി ഫർതഫഅതും വൻതഫഅതും, ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ ജീവിച്ചോ, അത് പഠിച്ചോ, പാരായണം ചെയ്തോ, പഠിപ്പിച്ചോ, ജീവിതത്തിൻ്റെ ഭാഗമാക്കിയോ, വൻതഫഅതും, നിങ്ങൾ അതുകൊണ്ട് ഉപകാരമെടുത്തോ, അം ലം തഖൂമു ബിഹി, അതല്ല നിങ്ങൾ അതിനനുസരിച്ച്, ഈ പറഞ്ഞതിനനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂലമായ തെളിവായിരിക്കും, പ്രതികൂലമായ സാക്ഷിയായിരിക്കും, അല്ലെങ്കിൽ അനുകൂലമായ സാക്ഷി പറയും ഖുർആൻ. പടച്ചറപ്പേ, ഇവൻ എന്നെ പഠിച്ചു, എന്നെ പാരായണം ചെയ്തു, ഉറക്കം വിളിച്ചു, അതേപോലെ തന്നെ പ്രയാസം സഹിച്ച് ഉറക്കം വന്നപ്പോൾ വീണ്ടും പോയി ഒന്നെടുത്തു, ഉറക്കം എന്നിട്ടും ഉറക്കം വന്നപ്പോൾ ഇരുന്ന് ഓതുന്ന ആൾ നിന്ന് ഓതുന്നു, ചില ആളുകൾ നടന്നോതുന്നു. ഇതൊക്കെ നമ്മൾ പള്ളികളിൽ കാണുന്ന ചിത്രങ്ങളാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ അടിമകൾ മത്സരിക്കുമ്പോൾ നമുക്ക് ഇതുവരെ ഒരു ജുസു പോലും ഓതാൻ പറ്റാത്ത ഹതഭാഗ്യർ എന്നെയും നിങ്ങളെയും കേൾക്കുന്നവരിലുണ്ടോ പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ? അതുകൊണ്ട് തന്നെ കൂടുതൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ട സമയമാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വൻപിച്ച പ്രതിഫലമാണ് ഇതിനെടുത്തു വെച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടതെല്ലാം പ്രതിഫലമാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൻ്റെ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന മദീന മുസ്ഹഫിൽ 15 ലൈനാണുള്ളത്. ഈ 15 ലൈനിൽ ഓരോ ലൈനുകളും ഏകദേശം 38-40 ആൽഫബറ്റ്സുകളുണ്ട്. ഒരു ഹർഫിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ചുരുങ്ങിയത് 10 കൂലിയാണ്. ഒരു ഹർഫ് ഓതിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരു ലൈൻ ഓതിയിട്ടുണ്ടെങ്കിൽ 400 കൂലിയായി. ഒരു പേജ് ഓതിയിട്ടുണ്ടെങ്കിൽ 6000 കൂലിയായി. എപ്പോൾ? റമദാൻ അല്ലാത്ത സമയത്തിലും. അപ്പോൾ റമദാനിലോ പറയേണ്ടതില്ല. പക്ഷെ വാങ്ങാൻ ഞാനും നിങ്ങളുമുണ്ടോ? മത്സരിക്കാൻ നമ്മളുമുണ്ടോ? വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസുൻ, മത്സരിക്കുന്ന ആളുകൾ അതിനു വേണ്ടി മത്സരിക്കുന്നു, സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുന്നു, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി മത്സരിക്കുന്നു, അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി മത്സരിക്കുന്നു. പക്ഷെ നമ്മൾ മത്സരിക്കാനുണ്ടോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടം. അള്ളാഹു അവസരം തന്നു, നമ്മുടെ പല രക്ഷിതാക്കൾക്കും അവസരം കൊടുത്തിട്ടില്ല. അവർ ഖബറുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്ക്, മക്കൾക്ക്, കൂട്ടുകാരന്മാർക്ക്, നമ്മുടെ കൂടെ കളിച്ച് പഠിച്ച് വളർന്ന് ജീവിച്ച മനുഷ്യന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് അവസരം തന്നു. എന്നിട്ട് അള്ളാഹു നോക്കുകയാണ് എന്താണ് അവൻ ചെയ്യുന്നത് എന്ന്. ആ പരീക്ഷണത്തിൽ എനിക്കും നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യനോട് പറയും, ഇഖ്റ വർത്തഖി, നീ ഓതുക, റത്തിൽ നീ പാരായണം ചെയ്യുക. സ്വർഗത്തിലേക്ക് അയാൾ കടക്കുന്ന സമയത്ത് അയാളോട് പറയുകയാണ്. സ്വർഗത്തിലേക്ക് കടക്കാൻ കാരണമായത് എന്ത്? അയാളുടെ വിശ്വാസവും അമൽ സ്വാലിഹത്തും വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിച്ചതും. അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കുന്ന സമയത്ത് നീ ഓതുക. എവിടെയാണോ നിന്റെ ഓത്ത് നിൽക്കുന്നത്, എവിടെയാണോ നിന്റെ പാരായണം നിൽക്കുന്നത്, ആ പദവിയിലാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറയുകയാണ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തൊരു മനുഷ്യൻ എത്ര ആയത്തുകൾ പാരായണം ചെയ്തിട്ടുണ്ടോ, എത്ര പ്രാവശ്യം പാരായണം ചെയ്തിട്ടുണ്ടോ, അത്ര തട്ട് വിശുദ്ധ അയാൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ അയാൾ എത്രയാണോ പാരായണം ചെയ്ത് അതിനനുസരിച്ചായിരിക്കും സ്വർഗത്തിൽ അയാളെ പദവി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമ്മളെല്ലാവരും കച്ചവടം ആഗ്രഹിക്കുന്നത്, നഷ്ടമില്ലാത്ത കച്ചവടം ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാവും ലോകത്ത് നഷ്ടമില്ലാത്തൊരു കച്ചവടം? നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഏത് കച്ചവടവും ചിലപ്പോൾ പൊളിഞ്ഞു പാളീസാകാം. എത്ര നമ്മൾ പ്രതീക്ഷയോടുകൂടി ഭയങ്കര ഉഷാറായിട്ട് നമ്മളെ ഇറക്കിയ ഷെയർ കൊടുത്ത, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയ കച്ചവടം എല്ലാം നഷ്ടപ്പെടാം. പക്ഷെ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞൊരു കച്ചവടമുണ്ട്. പക്ഷെ ആ കച്ചവടത്തിൽ കാശിറക്കാൻ ആരാ തയ്യാർ? ആ കച്ചവടത്തിന് സമയം ചെലവഴിക്കാൻ ആരാണ് തയ്യാർ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിന്റെ 29-30 ആയത്തിൽ അല്ലാഹു പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം വായിക്കുന്ന ആളുകൾ, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആളുകൾ,
ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, വഅഖാമുസ്സലാ, നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയതിൽ നിന്നും രഹസ്യമായും പരസ്യമായും കൊടുക്കുന്ന ആളുകൾ, യർജൂന തിജാറതൻ ലൻ തബൂർ, അവർ ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടത്തിലാണ് അവർ ഉള്ളത്. ഒരിക്കലും ലോസ് ഉണ്ടാവില്ല. എന്താ ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, വിശുദ്ധ ഖുർആനിൻ്റെ പഠനം, വിശുദ്ധ ഖുർആനിൻ്റെ മനനം, വിശുദ്ധ ഖുർആനിൻ്റെ പഠിപ്പിക്കൽ, വിശുദ്ധ ഖുർആനിൻ്റെ തദബ്ബുർ. ഇതിൽ വ്യാപൃതനായ മനുഷ്യൻ, നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന മനുഷ്യൻ, പടച്ച റബ്ബ് ചെലവ് തന്നതിൽ നിന്നും അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടത്തിലാണ്. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അള്ളാന്റെ ഫളിൽ കണക്കില്ലാതെ കൊടുക്കാൻ. ആരാ അള്ളാന്റെ ഫളിൽ ആഗ്രഹിക്കാത്തത്? പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കാത്തത് ആരാണ്? ഇന്നല്ലാഹ ഗഫൂറുൻ ശകൂർ, അള്ളാഹ് എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുന്നവനാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ മഗ്ഫിറത്താണ്. അതേപോലെ തന്നെ അള്ളാഹുവിനോട് അങ്ങോട്ട് നന്ദി കാണിച്ചപ്പോൾ അള്ളാഹ് ഇങ്ങോട്ട് തിരിച്ച് നന്ദി കാണിക്കും. ലഇൻ ശകർതും ലഅസീദന്നകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് തരും. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ നഷ്ടം വരാത്ത കച്ചവടത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിന് എന്ത് വേണം സഹോദരന്മാരെ? ഖുർആൻ ഓതാൻ സമയം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് വിളിച്ച് നമ്മൾ മൊബൈൽ നിയന്ത്രിക്കണം. റീൽസുകളും മ്യൂസിക്കുകളും തോന്നിവാസങ്ങളും അതേപോലെ തന്നെ ഹറാമുകളും ഇങ്ങനെ കണ്ട് പഴയ പോലെ തന്നെ മറ്റുള്ള മാസങ്ങളെ പോലെ തന്നെ മൊബൈൽ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ആ മൊബൈലിൻ്റെ ഈ ആപ്ലിക്കേഷൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എന്തുണ്ട്? ഇൻസ്റ്റയുടെയും ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെ തൊട്ടപ്പുറത്ത് വിശുദ്ധ ഖുർആൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് വിശുദ്ധ ഖുർആൻ്റെ പരിഭാഷയുണ്ട്. അതിൻ്റെ അപ്പുറത്ത് അമാനി ബോരിയുടെ തഫ്സീറുണ്ട്. കിട്ടിയിട്ടില്ല എന്നൊന്നും എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റൂല പ്രിയമുള്ളവരെ. ഇതിനെക്കുറിച്ച് പഠിക്കാനും ഷറഹ് നോക്കാനും വിശദീകരണങ്ങൾ അറിയാനും നമുക്ക് എമ്പാടും അവസരങ്ങളുണ്ട്. ഒരു ലൈബ്രറിക്ക് വേണ്ട ഇരിക്കുന്ന കസേലയിൽ നിന്നും ഷെൽഫിലേക്ക് അമാനി തഫ്സീർ എടുക്കാൻ പോകേണ്ട ആവശ്യം പോലും ഇല്ല. ഒക്കെ ഇതിലുണ്ട്. എല്ലാം മൗഫൂറാണ്. അങ്ങനത്തെ ഒരു പരീക്ഷണത്തിൽ അള്ളാഹു ഇന്നിങ്ങളും വിട്ടിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. മുമ്പത്തെ കാലത്തുള്ള ഇന്നൊക്കെ ഇപ്പോൾ ഈ മലിക് ഫഹദ് പ്രിന്റിംഗ് പ്രസ്സിൽ നിന്നും ഖുർആൻ വ്യാപകമായി ഫ്രീ ആയിട്ട് എല്ലാവർക്കും പള്ളി തുറന്നാൽ ഇഷ്ടംപോലെ തന്നെ ഒരു പള്ളിക്ക് വേണ്ടി 50-100 മുസ്ഹഫ് വെറുതെ കിട്ടാൻ നമുക്ക് എല്ലാവരുടെ മുസ്ഹഫ് ഉണ്ട്, നമ്മുടെ മൊബൈലിലുണ്ട്. ഏകദേശം കുറച്ച് ഒരു 500-600 വർഷങ്ങൾക്ക് മുമ്പ് ആളുകളെടുത്ത് മുസ്ഹഫില്ല. മനപ്പാടമുള്ള ആളുകൾക്കാണ് അങ്ങനെ ഓതാൻ കഴിയുന്നത്. പിന്നെ അത് എഴുതി ഉണ്ടാക്കണം. അവർക്ക് ഓതാൻ എനിക്കുള്ള മുസ്തഫ ഞാൻ എഴുതി ഉണ്ടാക്കണം, അല്ലെങ്കിൽ എഴുത്തറിയുന്നവരെ കൊണ്ട് എഴുതിപ്പിക്കണം. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലെ, ആലോചിച്ച് നോക്കി. ഇന്ന് അങ്ങനെ ഉണ്ടോ? അവർക്ക് പറയാം പടച്ചോ എനിക്ക് ഓതാൻ മുസ്തഫില്ലായിരുന്നു എന്ന് പറയാം, എനിക്ക് അറിയില്ലേന് പടച്ചോൻ എന്ന് പറയാം. പക്ഷെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പള്ളികളിൽ മുസ്ഹഫുകൾ പൊടി പിടിച്ച് കിടക്കുന്നു, കൊണ്ടെന്ന് വെച്ച പോലെ കിടക്കുന്നു, കവറ് പൊട്ടിക്കാത്ത മുസ്ഹഫുകൾ അല്ലേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ റമദാൻ ഖുർആനിൻ്റെ മാസമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഖുർആനിനോടുള്ള എന്താണോ അതിനോടുള്ള ബാധ്യത അത് നമ്മൾ നിർവഹിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വീണ്ടും തിരിഞ്ഞും മറിഞ്ഞും സമയം ചെലവാക്കി നോമ്പ് പട്ടിണിയാകുന്നൊരവസ്ഥാവിശേഷം പ്രിയമുള്ളവരെ നമുക്കും നമ്മുടെ മക്കൾക്കൊന്നും ഉണ്ടാകാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന ഹാദൽ ഖുർആന മഅ്ദുബത്തുല്ലാഹ്, ഈ ഖുർആൻ അള്ളാൻ്റെ സൽക്കാരമാണ്. അള്ളാഹ് വിരുന്ന് കൂട്ടിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു സദ്യ ഒരുക്കിയിട്ട് നിങ്ങളെ വിളിച്ച് വന്ന് കഴിച്ചോളിന്ന്. അള്ളാൻ്റെ നമ്മളെ നാട്ടിൽ നല്ലൊരു പണക്കാരൻ്റെ ഒരു കല്യാണമോ ഒരു ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ അയാളുടെ ഒരു നല്ലൊരു പ്രോഗ്രാം, കുറച്ചാളുകളെ വിളിച്ച പ്രധാനപ്പെട്ട പ്രോഗ്രാമാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ വിഭവങ്ങളുടെ ഒരു അവസ്ഥ? ഒരു സാധാരണക്കാരായ ഒരു നമ്മുടെ സാധാരണക്കാര നാട്ടുകാരൻ്റെ ഒരു സാമ്പത്തികമായി സുസ്ഥിരമുള്ള മനുഷ്യൻ്റെ അവസ്ഥയാണെങ്കിൽ നല്ലൊരു ഭക്ഷണമായിരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഭക്ഷണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൽക്കാരം. മലിക്കുൽ ജബ്ബാറായ നാഥൻ്റെ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ സൽക്കാരമാണ് ഖുർആൻ. അപ്പം നിങ്ങൾ വന്ന് സൽക്കാരത്തിലേക്ക് വന്ന് നിങ്ങൾ എന്താക്കണം? ഭക്ഷണം കഴിക്കണം, നിങ്ങളത് കാണണം, നിങ്ങൾ വരണം, കഴിക്കണം. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ചതാണ് ഫഖബലു മഅ്ദബതു മസ്തതഅതും. അതുകൊണ്ട് അള്ളാൻ്റെ ആ സൽക്കാരം, അള്ളാൻ്റെ ആ ഭക്ഷണം നിങ്ങൾ സാധിക്കുന്ന അത്ര നിങ്ങൾ കഴിക്കണം, സാധിക്കുന്ന അത്ര കഴിക്കണം. ഇന്ന ഹാദൽ ഖുർആൻ ഹബലുല്ലാഹിൽ മതീൻ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാശമാണ്, കയറാണ്, തെറ്റിപ്പോകാത്ത കയറ്.
എത്ര വലിയ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ലിബറലിസത്തിൻ്റെയും തോന്നിവാസങ്ങളുടെയും വൃത്തികേടുകളുടെയും കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും ഒരിക്കലും പിടിവള്ളി പൊട്ടിപ്പോകാത്ത, ഒരിക്കലും വള്ളി പൊട്ടിപ്പോകാത്ത, നാരി പൊട്ടിപ്പോകാത്ത ശക്തമായ കയറാണ് അള്ളാഹുവിൻ്റെ കയറ്. വിശ്വാസരംഗത്ത് ആരെങ്കിലും അള്ളാഹിനെ കുറിച്ചോ റസൂലുള്ളാഹിനെ കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ അങ്ങനെ കണ്ടോ, അങ്ങനെ ഉണ്ടാവോ, റസൂലുള്ളാഹി അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇളക്കം വരികയാണ് കൽബിൽ. പക്ഷെ ഖുർആനിൽ ജീവിക്കുന്ന ആൾക്ക് ഒരു പ്രശ്നമില്ല. ഇല്ലമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതബൂ. സംശയമില്ല, ഉറച്ച ഈമാനാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തമായ കയറാണ് വിശുദ്ധ ഖുർആൻ. ആകാശത്ത് അള്ളാഹു ഇട്ട് തന്നതാണ്. ഒന്നൂറുൽ മുബീൻ, ശക്തമായ പ്രകാശമാണത്. അതേപോലെ തന്നെ അശ്ശിഫാഉൻ നാഫിഅ, ഹൃദയത്തിൻ്റെ അസുഖത്തിനും ശരീരത്തിൻ്റെ അസുഖത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ശിഫയാണ്. ഇസ്മത്തുൽ ലിമൻ തമസ്സക ബിഹി, അത് മുറുകെ പിടിച്ച ആളുകൾക്ക് എല്ലാ വിധത്തിലുള്ള സുരക്ഷിതത്വവുമാണ്. വനജാതുൽ ലിമൻ ഇത്തബഅഹു, അത് സ്വീകരിച്ച, അതിനെ പിൻപറ്റിയ, അതിൻ്റെ പിന്നാലെ നടന്ന മനുഷ്യന് വിജയമാണ്. എന്തുകൊണ്ടും ഹൈർ, സൈഡ് എഫക്റ്റ് ഇല്ല, എന്തുകൊണ്ടും ഹൈറാണ്. ഒരു പുസ്തകം, ഒരു എത്ര വലിയ ഫേമസ് പുസ്തകമാണെങ്കിലും, ലക്ഷക്കണക്കിന് കോപ്പി വിറ്റയിച്ച പുസ്തകമാണെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവും. ഒന്നും പോരായ്മയില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൽക്കാരം. ഏതാള് വന്ന് ഭക്ഷണം കഴിക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ബാക്കിയൊക്കെ ഉഷാറായിരുന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഉപകാരം. പക്ഷെ നമ്മൾ എത്ര പഠിക്കുന്നു സഹോദരന്മാരെ, എത്ര വായിക്കുന്നു എന്ന് നമ്മളോടൊക്കെ ഒന്ന് ചോദിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു ഹർഫിന് എത്രയാണ് കൂലി? ചുരുങ്ങിയത് 10 കൂലിയാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എത്രയും കൊടുക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിശുദ്ധ ഖുർആനായിട്ട് നിങ്ങൾ കൂടുക ഈ വിശുദ്ധ റമദാനിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ശേഷം അതിനുള്ള തൗഫീഖിനെ ചോദിച്ച് അങ്ങനെ കൂടാൻ നമ്മൾ ശ്രമിക്കണം. എന്നാലേ ഖുർആൻ റമദാനിൻ്റെ മാസമാണെന്ന് പറയണില്ല അർത്ഥമുള്ളൂ. മറ്റേ ഇങ്ങനെ പറഞ്ഞു ഖതീബ് പറയും, നമ്മൾ കേൾക്കും, നമ്മൾ പറയും, മറ്റുള്ളവർ കേൾക്കുന്നല്ലാതെ ഇതും നമ്മളെ ഈ പറച്ചിലും തമ്മിൽ എന്ത് ബന്ധാണുള്ളത്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വ്യവച്ഛേദിച്ച് വേർതിരിച്ച്, നെല്ലും പതിരും വേർതിരിച്ച് ജനങ്ങൾക്ക് ഹുദയായി ഫുർഖാനായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയത് റമദാൻ മാസത്തിലാണ് എന്നല്ലോ. റമദാൻ വരുമ്പോഴും വിശുദ്ധ ഖുർആനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നു. ഈ കേൾവിയൊക്കെ നമുക്ക് നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ പ്രതികൂലമായ സാക്ഷിയാവും. അതാണ് പ്രശ്നം. ഇത് കേൾക്കുന്നവനും കേൾക്കാത്തവനും ഒരുപോലെ ആവുകയില്ലല്ലോ. ചെറിയ ചെറിയ സൂറത്തുകൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയാണ് പ്രതിഫലം പഠിപ്പിച്ചത്. അതാണ് ഖുർആന്റെ പ്രത്യേകത. ചെറിയ സൂറത്ത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ന ജിബ്രീല ഖാല ഹുവ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദാ ബാബുൻ ഖദ് ഫുതിയ മിന സമാഇ മാ ഫുതിഹ ഖത്തു. ആകാശത്തിൽ നിന്നൊരു വാതിൽ തുറന്നിട്ടുണ്ട്, ഇതുവരെ ആ വാതിൽ തുറന്നിട്ടില്ല, ഇനിയിട്ട് തുറക്കൂല്ല. എന്നിട്ട് ഫനസല മിൻഹു മലക്കുൻ ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ശിർ ബിനൂറൈനി ഖദ ഊതീതുഹുമാ വലം യുഅതഹുമാ നബിയ്യുൻ ഖബ്ലക ഫാത്തിഹത്തുൽ കിതാബ് വഖവാതിമു സൂറത്തുൽ ബഖറ ലം തഖറ ബിഅർഫിൻ മിൻഹാ ഇല്ലാ ഊതീതഹു. എന്നിട്ട് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ ആകാശത്തിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളൊരു മലക്ക്, അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ല, വേറൊരു മലക്ക്, ഒരു സ്പെഷ്യൽ വാതിൽ തുറന്നിട്ടൊരു സ്പെഷ്യൽ മലക്ക് വന്നു. ജിബ്രീൽ അല്ലാത്ത മലക്ക്, ഈ മലക്ക് ഖുർആൻ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതിക്കൊടുത്ത ആ ആയത്തുകൾ തന്നെ മറ്റൊരു സമയത്ത് ഒന്നും കൂടി പറഞ്ഞു കൊടുക്കാൻ, അള്ളാഹിൻ്റെ റസൂലിന് എത്തിച്ചു കൊടുക്കാൻ മറ്റൊരു മലക്കുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഹദീസ് കൂടിയാണ്. എന്നിട്ട് എന്താണ്, റസൂലുള്ളാഹിക്ക് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ വേദഗ്രന്ഥങ്ങളിലും ആയത്തുകളും സൂറത്തുകളും വചനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സൂറത്തുൽ ഫാത്തിഹ പോലെയുള്ള ഒരു വചനം മറ്റുള്ള മുൻ വേദഗ്രന്ഥങ്ങളിലില്ല. അത് നൂറൈനിയാണ്, അത് പ്രകാശമാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു ഖവാതിമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തും ആമൻ റസൂലിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാരെങ്കിലും ഓതിയിട്ടുണ്ടെങ്കിൽ, സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകളും ഓതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രകാശം കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പഠിപ്പിച്ചെടുക്കാൻ വേറെ തന്നെ ഡ്യൂട്ടി ഒരാളെ ഏൽപ്പിച്ചു കൊടുത്ത് അല്ലാഹ് വിട്ടിക്കാണ്. നിസ്സാരമായ ചെറിയ ചെറിയ സൂറത്തുകൾ നമ്മളറിയാം. ഒരു ഖുത്ബയിൽ നമ്മൾ പറയുന്നുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ ഖുർആന്റെ 3 സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഖത്തം തീർത്ത പ്രതിഫലമായി കഴിഞ്ഞു. ആ നിയ്യത്തിൽ നമുക്ക് ഓതാൻ സാധിക്കണം. ഇങ്ങനെ ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അത് അയ്യുക്കും യുഹിബ്ബു അൻ യഗ്ദുവ കുല്ല യൗമിൻ ഇലാ ബുതുഹാ ഔ ഇലൽ അതീഖ്. 2 തായ്വരകളാണ് അവർ, സഹാബത്ത്, അറബികൾ. നല്ല നല്ല മേത്തരം ഒട്ടകങ്ങളെ വാങ്ങാനും വിൽക്കാനൊക്കെ പിന്നെ അവർ ചെന്നെത്തുന്ന നല്ല 2
ഒട്ടകത്തിൻ്റെ ചെന്ത, സാധാരണ ചെന്തകളെ പോലെ നല്ല ഒട്ടകങ്ങൾ കിട്ടുന്ന അതീക്ക്, അതുപോലെ തന്നെ ബുത്ഹ എന്ന സ്ഥലത്ത് നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ 2 വലിയ നല്ല പൂഞ്ഞയുള്ള നല്ല മേത്തരം വലിയ പിടിപുളിപ്പുള്ള നിങ്ങൾ വലിയ വില കാണുന്ന 2 ഒട്ടകങ്ങളെ നിങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതെ കൈക്കലാക്കി എന്ന് വിചാരിക്കാം. അത് കട്ടെടുത്തതല്ല, പറ്റിച്ചെടുത്തതല്ല, ചതിച്ചെടുത്തതല്ല, കുടുംബബന്ധം മുറിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എടുത്തതല്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ ആരാ ആഗ്രഹിക്കാത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പറഞ്ഞു, റസൂലേ നുഹിബ്ബു ദാലിക. ആരാ റസൂൽ അത് ആഗ്രഹിക്കാത്തത്? ഈ ബത്ഹായിൽ പോയിട്ട് അവിടുത്തെ കൂറ്റൻ 2 മെച്ചപ്പെട്ട മേത്തരൻ 2 ഒട്ടകങ്ങളെ ഒരു പ്രയാസവും ഇല്ലാതെ കൈക്കലാക്കാൻ പറ്റുന്ന ആരാ ആഗ്രഹിക്കാത്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഫലാ യഗ്ദു അഹദുക്കും ഇലൽ മസ്ജിദി, നിങ്ങൾക്ക് പള്ളിയിലേക്ക് പോയിട്ട് ഫയഅലമു ഔ യഖറഉ ആയതൈനി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ അറിയുകയോ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഓതുകയോ ചെയ്തു. 2 ആയത്തിട്ടോ, കൂടുതലൊന്നും ഓതിയിട്ടില്ല. ഖൈറുൻ ലഹു മിൻ നാഖതൈനി, ഈ പറഞ്ഞ 2 കൂറ്റൻ വലിയ മേത്തരം ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന പണിയാണ് പള്ളിയിൽ പോയിട്ട് 2 ആയത്ത് ഓതി. 3 ആയത്ത് ഓതിയില്ല 3 ഒട്ടകം, 4 ആയത്ത് ഓതിയ 4 ഒട്ടകം. സലാസുൻ ഖൈറുൻ ലഹു മിൻ സലാസിൻ വ അർബഉൻ ഖൈറുൻ ലഹു മിൻ അർബഇൻ മിൻ അഅദാദിഹിന്ന മിനൽ ഇബിൽ. അപ്പോൾ 100 ആയത്ത് ഓതിയല്ലോ. ഇതൊക്കെ സഹോദരന്മാരെ പരലോകത്ത് നിന്ന് നമുക്ക് കിട്ടും. കാരണം അള്ളാഹിൻ്റെ ഖുർആനുമായി ബന്ധപ്പെട്ടതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഒഴിവുള്ള സമയത്ത് പള്ളിയിൽ ഒന്നിരിക്കുക, വീട്ടിൽ നിന്ന് ഓതുക, പള്ളിയിൽ നിന്ന് ഓതുക. ഒഴിവുള്ള സമയമുണ്ടോ, ഒരു ളുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പള്ളിയിൽ ഇരുന്നോളി. ഇത്തിഖാഫിൻ്റെ കൂലി കിട്ടും, ഓതിയ കൂലി കിട്ടും. ഇങ്ങനെ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും. ആ നിലയ്ക്ക് റമദാനെ ഉപയോഗപ്പെടുത്തുക. അതാണ് റമദാനിനെ വിശുദ്ധ ഖുർആനെ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ നോമ്പുകാരൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാൻ ഷഹ്റു സ്വദഖ, സ്വദഖയുടെ മാസമാണ്. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കർമ്മത്തിനും വലിയ പ്രതിഫലം നൽകും ഈ റമദാനിൽ. അതുകൊണ്ട് തന്നെ ധാരാളമായി സ്വതക്ക കൊടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീശി അടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ കിട്ടുന്നതെല്ലാം ആ മദീനയിൽ ഏറ്റവും ചെറിയ പേര റസൂലുള്ളാഹിൻ്റെ, ഒന്നുമില്ലാത്തവനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടതുള്ളതെല്ലാം കൊടുത്ത് ആ റമദാനിനെ ഉപയോഗപ്പെടുത്തിയ ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെരയിൽ എന്തുണ്ടോ, കൊച്ചുകുടിലിൽ എന്തുണ്ടോ, ആ ഈത്തപ്പന മട്ടിൽ ചാരി വെച്ചിട്ടുള്ള ആ വാതിലായിട്ടുള്ള ആ കുടിലിൽ എന്തുണ്ടോ അതെല്ലാം കൊടുത്തു റസൂലുള്ളാഹി. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അവിടെ ഏറെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ ഞാൻ പ്രയാസപ്പെട്ട ഒരു നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി സലാം വീട്ടിയ ഉടനെ ആൾക്കാരുടെ പിരടികൾ ചാടിക്കടന്ന് പോവുകയാണ്. സഹാബത്ത് പേടിച്ചു, എന്ത് റസൂലുള്ളാഹിക്ക് പറ്റി? എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ചിന്തിച്ചു, എന്ത് റസൂൽ അങ്ങനെ പോയി ദിക്റും ദുആക്ക് ചൊല്ലിയിട്ടാണല്ലോ പോകലുള്ളത്. എൻ്റെ വീട്ടിൽ ചെറിയൊരു തരിമ്പ് സ്വർണം ബാക്കിയുണ്ടായിരുന്നു, അത് കൊടുക്കാനുള്ളതായിരുന്നു, സ്വതം കൊടുക്കാനുള്ളതായിരുന്നു. അത് എന്നെ പേടിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ കൊടുത്തു വന്നതാണ്. ഓക്കെ, നിങ്ങൾ ഇത് കഥ പറയാനും കേൾക്കാനും മാത്രമുള്ളതെല്ലാം പ്രിയമുള്ളവർ. നമുക്കൊക്കെ പടച്ചോൻ സമ്പത്ത് തന്നിട്ടുണ്ട്, നമുക്കറിയാം, പടച്ചോൻക്കും അറിയാം. എത്ര തന്നില്ല, നമ്മൾ ആരും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഉള്ളത് നമുക്കറിയാം, ഇല്ലാത്തവരുണ്ടാവും, ഉള്ളവരുണ്ടാവും. നമ്മളൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ്, നമ്മളായി കൊടുക്കുന്നുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുക. കൊടുത്താൽ ചുരുങ്ങൂല. നമ്മൾ ഒരുപാട് പറയും, മാ നഖസ മാലും മിൻ സദഖത്തിൻ, സ്വതക്ക കൊടുത്തുകൊണ്ട് ധനം ചുരുങ്ങൂല. അള്ളാഹിൻ്റെ ഓഫറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി നമുക്ക് തിരിച്ചു തരും. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മലക്കുകളെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പടച്ചോനെ കൊടുക്കണോനിക്ക് ഈ കൂടുതൽ കൊടുക്കുമെന്ന് പ്രാർത്ഥിക്കാൻ. അപ്പോൾ എല്ലാവരും ആമീൻ പറയും. കൊടുക്കാതെ പിഷ്ടി വെക്കുന്നവന് കൊടുക്കല്ല, നശിപ്പിക്കുവാനെ, നാശം കൊടുക്കുമെന്ന് പറയും. അപ്പോൾ അവൻ്റെ ബിസിനസ് തകരും, എല്ലാം തകരും. എല്ലാ മലക്കുകളും ആമീൻ പറയും. ഒരാളെ ശാപപ്രാർത്ഥന ഒരാൾക്ക് വേണ്ടി, ഒരു മഹാഭൂരിപക്ഷ ആളുകൾക്ക് വേണ്ടി ആ ശാപപ്രാർത്ഥന തട്ടും.
കുറേ അള്ളാഹിൻ്റെ ഭാഗ്യം കിട്ടിയ ബുദ്ധിമാന്മാരായ ബുദ്ധിമതികളായ സ്ത്രീകളെ, ബുദ്ധിമതികളായ പെണ്ണുങ്ങൾക്ക് ആ പ്രാർത്ഥന കിട്ടും. എന്താണ്? അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു കൊടുക്കും. ഇപ്പോൾ സ്വർണ്ണത്തിലൊക്കെ എന്താ വരെ നിങ്ങളുടെ അടുത്തൊക്കെ സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ. അള്ളാഹു കുറേ നിങ്ങളെ കയ്യിലുള്ള സമ്പത്തിന് 10ഉം 20ഉം അതേപോലെ തന്നെ 15ഉം ഒക്കെ പവന് പിന്നെ 30,000 40,000 ഒക്കെ ഉള്ളോടത്ത് 1,00,000 അപ്പുറത്തേക്ക് എത്തിച്ചല്ലോ. അപ്പം ഏതൊക്കെ പിടിച്ച് ഇട്ട് കൊടുത്താൽ നിങ്ങളെ കബറിൽ കിട്ടും. അപ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇഷ്ടം പോലെ കൊടുക്കാണ്ട്. പലപ്പോഴും പറയണം, ഭർത്താക്കന്മാർ കൊടുത്താൽ നിങ്ങളെ കബർ കിട്ടൂലേ, ഭർത്താവിൻ്റെ കബറിനെ പോവുള്ളൂ. അതുകൊണ്ട് ഉള്ളത് കൊടുക്കുക. ഏത് സമയത്ത് തിരിച്ചു പോകുന്നറിയില്ല. സ്വന്തം അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ട് പോകണം കൂലി വാങ്ങാൻ, സന്തോഷിക്കാൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരന്മാർ, ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഒരു കാര്യം, ശൈത്താൻ ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കും, അള്ളാഹു ഫദ്ല് പറഞ്ഞുതരും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അശ്ശൈത്താനു യഇദുകുമുൽ ഫഖ്റ വയഉമുറുകും ബിൽ ഫഹ്ശ. ശൈത്താൻ നിങ്ങൾക്ക് ഇല്ലാത്തവനാവട്ടോ, അങ്ങനെ കൊടുക്കണ്ട, അത്രയൊന്നും കൊടുക്കണ്ട. 500 റുപ്യ എടുത്ത് കഴിച്ചാണ്ട് ആക്കിയ പോരെ. എന്തിനാണ് അത്ര കൊടുക്കണത്? 10,000 കൊടുക്കണേ. അവൻ പറയണേട്ടെ ഓനത് തരുന്നതെന്ന് അവൻ്റെ വിചാരം. ഓൻ നശിപ്പിക്കാൻ നടക്കണോനാ. കാരണം പിടിച്ചു വെച്ചാൽ നശിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 268 ആയത്തിൽ പറയണ, ശൈത്താനു യഇദുകുമുൽ ഫഖ്റ. ശൈത്താൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. അവർ നിങ്ങളെ കൊണ്ടുപോകുന്നത് തോന്നിവാസത്തിലേക്കാണ്. വല്ലാഹു യഇദുകും മഗ്ഫിറത്തും മിൻഹു വഫദ്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് പറയുന്നത്, വാഗ്ദാനം ചെയ്യുന്നത് മഗ്ഫിറത്താണ്. അള്ളാഹിൻ്റെ മഗ്ഫിറത്തുണ്ട്, അള്ളാഹിൻ്റെ പൊറുക്കലുണ്ട്, അള്ളാഹിൻ്റെ ഫദ്ലുണ്ട്. അള്ളാഹ് വീണ്ടും വീണ്ടും തരും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അള്ളാഹ് പറയാണ്, യബ്ന ആദം, ആദമിൻ്റെ മോനെ, നിങ്ങൾ ഇനിയും വിളിച്ചു പറയണം, ഉംഫിക് അലൈക. ഈ ചെലവഴിച്ചോ, നിനക്ക് ഞാൻ ചെലവഴിക്കും. അള്ളാഹ് പറയും, ഈ കൊടുത്തോ, ഞാൻ തരും. ഉംഫിക് അലൈക. എന്നിട്ട് പറയാണ്, ഒഖാല യമീനുല്ലാഹി മൽആ. അള്ളാഹിൻ്റെ കൈ എന്ന് പറഞ്ഞത് നിറഞ്ഞു കിടക്കുകയാണ്. അള്ളാഹിൻ്റെ ഖജനാവ് ഒരിക്കലും പറ്റാത്ത ഖജനാവാണ്. അള്ളാഹ് തീരുമാനിച്ച നമ്മുടെ ബിസിനസ്സും നമ്മുടെ ജോലിയും നമ്മുടെ ഏർപ്പാടുകളൊക്കെ കണക്കില്ലാതെ ബറക്കത്ത് കിട്ടാൻ, ഈ ബറക്കത്ത് തബാറക്കല്ലദീ ബിയദിൽ മുൽക്ക്, ആരുടെ കയ്യിലാണോ ബറക്കത്തുള്ളത് ഓൻ പറയണത്, ഇജ്ജ് ചെൽ കൊടുത്തോ, ഞാൻ തരാം, ഇജ്ജ് കൊടുത്തോ, ഞാൻ എനിക്ക് തരാം എന്ന് പറയുന്നുണ്ടെങ്കിൽ ധാരാളമായി കൊടുക്കാൻ പറ്റിയിട്ട്. അപ്പോൾ എല്ലാവരും റമദാനിൽ കാത്തിക്കുമ്പോൾ നമ്മളെ ജാമിഅ അൽ ഹിന്ദിൻ്റെ ഫണ്ട്, നമ്മളെ പാവപ്പെട്ട ആളുകളെ ഭക്ഷണം കൊടുക്കുന്ന കിറ്റുകൾ, പിന്നെ പെരുന്നാൾ വരുന്ന സമയത്ത് വസ്ത്രം എടുക്കാൻ പറ്റാത്ത കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് 1,000-1,200 റുപ്യേൻ്റെ ഒരു വസ്ത്രത്തിൻ്റെ കിറ്റുകളുടെ കാശ്, നമ്മുടെ ക്യാൻസർ സെൻ്ററിൻ്റെ കാശ്, ദഅവാ പ്രവർത്തനങ്ങളുടെ കാശ്, നമ്മുടെ സംഘടനാ സംവിധാനങ്ങളുടെയും കൂട്ടായ്മയുടെയും ഒക്കെ, അതുപോലെ തന്നെ അനാഥ മക്കൾക്ക്, പാവപ്പെട്ടവർക്ക് ഒരുപാട് കാശ് എല്ലാവരും വരികയാണ്. ഉത്തരേന്ത്യക്ക് ഒരുപാട് ആൾ വരട്ടെ, നമുക്കുള്ള സ്വർഗമാണ് ഓല് കൊടുന്നിരുന്നത്. ഓല് നമ്മളെ അവസരങ്ങളാണ് നമ്മളെന്തൊക്കെ കൊണ്ട് ഒഴിവാക്കണം. എല്ലാ വക്തും പിരിവായിക്കോട്ടെ, എല്ലാവർക്കും പിരിവായിക്കോട്ടെ, സന്തോഷിക്കണം വേണ്ട, എല്ലാവർക്കും പിരിവായിക്കോട്ടെ. കുറച്ച് പേര് 100 റുപ്യ 200 റുപ്യ 500 റുപ്യ എത്ര ഓരോരുത്തർക്കും കൊടുക്കേണ്ട തോതനുസരിച്ച് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് നന്നായി കൊടുക്കാൻ നമ്മൾ തയ്യാറാകുക. 2 ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന മുത്തഖീകളുടെ കൂട്ടത്തിൽ, ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ ഇബാദത്തുകൾ കൊണ്ട് സമ്പുഷ്ടമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ അമീൻ്റെ അനിയൻ, അദ്ദേഹത്തിൻ്റെ കുറച്ച് സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിലാണെന്ന് അറിഞ്ഞു. ആ സഹോദരിക്ക് കുട്ടിയാണ്. ആ കുട്ടിയുടെ കാര്യമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫെന്ന് വിചാരിച്ചത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിൻ്റെ അസുഖം ഭേദമാക്കി കൊടുക്കട്ടെ. കുറച്ച് പ്രയാസത്തിലാണ്. നമ്മളെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉൾപ്പെടുത്തണം. ആ കുഞ്ഞ് മകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടിയുടെ പ്രയാസം, കുഞ്ഞുമോളുടെ ബുദ്ധിമുട്ട് അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള പ്രയാസങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ അസുഖം ഭേദമാക്കി ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വീട്ടിലെത്താനും റമദാനിലും റമദാൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ ആ മാതാപിതാക്കൾക്കും കുടുംബത്തിനുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അവർക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.